ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് പാമുള്ളൻ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ആ പാമുള്ളൻ വെച്ചൊരു കറി ഉണ്ടാക്കാം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ മുളക് ചാറ് വെക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. ഇതിൽ തേങ്ങ പാൽ പിഴിഞ്ഞൊഴിച്ചുണ്ടാക്കുന്നതാണ് ഇഷ്ടം. വറക്കണതും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. വെച്ചിങ്ങനെ കഴിച്ചാൽ എല്ലാവരും കൂട്ടും. അതുകൊണ്ട് ഞാനിന്ന് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ചാണ് വെക്കണത്. പിന്നെ ഇങ്ങനെ വെക്കുമ്പം ഇവിടെ നല്ല എരിവും വേണം, ചുമന്നിരിക്കണം. ഒരാൾക്ക് എങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക് നല്ല നിറം വേണം. അതുകൊണ്ട് ഞാൻ കൂടുതലും കാശ്മീരി മുളകാണ് ഇട്ടേക്കണേ. അപ്പോൾ ഇതിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പോൾ ഈ ചട്ടി ആയതുകൊണ്ട് നല്ലപോലെ ചൂടാവണേ, അല്ലെങ്കിൽ കടുകിട്ട് കഴിയുമ്പോഴത്തേനും പൊട്ടാതെ കിടക്കും. ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളേ ഇട്ടിട്ടുള്ളൂ. ഉലുവയൊന്ന് നല്ലപോലെ പൊട്ടട്ടെ. ഉലുവയുടെ പൊടിച്ചതുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. വറുത്ത് പൊടിച്ച് വെക്കുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ വറുത്ത് പൊടിച്ചതില്ല, അതുകൊണ്ടാണ് മുഴുവനുള്ള ഉലുവ ഇട്ടത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ടുണ്ട്. ഈ കടുകും നല്ലതുപോലെ പൊട്ടണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിട്ട് കൊടുത്ത് മൂപ്പിക്കാം. അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. കടുക് നല്ലപോലെ പൊട്ടണം. പൊട്ടിയില്ലെങ്കിൽ കടുക് കടിക്കുമ്പോൾ നമുക്കൊരു കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ടാണ് കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷമേ ഉള്ളി ഇട്ട് കൊടുക്കാവുള്ളൂ എന്ന് പറയണേ. ചട്ടി അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിക്കോളൂ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഉണ്ടായിരുന്നു, അതാണ് അരിഞ്ഞു വെച്ചായിരുന്നത് കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി പതുക്കെ മൂത്ത് വറ്റെ. ചൂടായാൽ മതിയേ. അപ്പോഴത്തേനും നമുക്കൊരു 4-5 വെളുത്തുള്ളി ഉണ്ടായിരുന്നു, അതും ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞു വെച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചുമന്നുള്ളി ഒരു വലിയ ഉള്ളിയായിരുന്നു, ഒരു 8-9 എണ്ണം ഉണ്ടായിരുന്നു. 2 പച്ചമുളകും അതും കൂടെ ഇട്ട് കൊടുത്ത് മൂപ്പിക്കാം. പച്ചമുളക് 2 എണ്ണം ഇട്ടോളൂ, നല്ല എരിവാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. അപ്പോൾ അതേ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 2 വലിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കൈലിൻ്റെ പുറത്തേക്ക് ഇട്ടത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എരിവുള്ള മുളക് പൊടിയും 2 സ്പൂൺ, പിന്നെ ഒരു വലിയ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കണേ. ഈ പിരിയൻ മുളകിന് അധികം എരിവില്ലാത്തതാണ്, നല്ല നിറവും കിട്ടും. പിരിയൻ മുളക് പല സൈസുണ്ട്, എരിവുള്ളതുമുണ്ട് എരിവില്ലാത്തതുമുണ്ട്. അപ്പോൾ ഇത് എരിവില്ലാത്ത മുളകിൻ്റെ പൊടി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂക്കട്ടെ, ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഈ പൊടി കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇത്തിരി നനച്ചിട്ട് ഇട്ടാലും മതിയേ. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നനച്ചിട്ട്
ഈ ഉള്ളിലേക്ക് ഇട്ട് മൂപ്പിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകില്ല. ഇത് നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കുകയും ചെയ്യണേ, കരിഞ്ഞു പോകാതെ. അപ്പോൾ മുളകൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ചിരകി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പുളി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, കുടംപുളിയാണ്. അത് നമുക്ക് ഈ അരപ്പിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കണം. ഇനി ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ രണ്ടാമത്തെ പാലാണ്. അരമുറി തേങ്ങ പിഴിഞ്ഞതാണിത്, അതിൻ്റെ രണ്ടാമത്തെ പാല്. ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി, വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കണം. അപ്പം നല്ല പോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 പാമ്പുള്ളൻ ഉണ്ടായിരുന്നു. അത് ഞാൻ തേച്ച് കഴുകി രണ്ടാക്കി മുറിച്ച് വെച്ചേക്കണതാണ്. അതിട്ട് കൊടുക്കാം. ഇത് 1/2 കിലോ മീനാണ്, 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ പാകത്തിനാണ്. പതുക്കെ ഒന്ന് കയ്യിലും കൊണ്ടൊന്ന് അനക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം മീൻ എങ്ങനെയായിട്ടുണ്ടെന്ന്. മീനിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പതുക്കെ ഒന്ന് അനക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇത്തിരി ചാറ് വേണേ, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ചാറായിട്ട് ഉണ്ടാക്കണത്. പക്ഷെ നല്ല കുറുകലായിരിക്കും ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇതിലേക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വേണമെങ്കിലും കഴിച്ചാലും നല്ലതാണ്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില. അപ്പം ഇനി ആദ്യത്തെ പാലും കൂടെ ഒഴിക്കാനുണ്ട്. ആദ്യത്തെ പാൽ ഒഴിക്കാതെ വേണമെങ്കിലും നമുക്ക് നല്ല രുചിയാണ് ഇതിന്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ. 2 സൈഡിലും പിടിച്ചിട്ട് തുണി കൂട്ടിയോ കടലാസ് കൂട്ടിയോ എന്ത് കൂട്ടിയാണെങ്കിലും പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക, ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫാക്കാം. എല്ലാവർക്കും താങ്ക് യു.